ഹായ്, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ വിബിത കത്തലാട്ട്. നമ്മൾ മലയാളികൾക്ക് പൊതുവെ 4 മണി ചായ ഒരു ശീലമാണല്ലേ. പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട ഇങ്ങനെയുള്ള ലഘു പലഹാരങ്ങളാണ് നമ്മൾ 4 മണിക്ക് സാധാരണയായി ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കർണാടക സ്റ്റൈലിലുള്ള ഒരു പലഹാരം ഉണ്ടാക്കി നോക്കാം. മസാല വട. കർണാടകയിൽ ദസറ പോലുള്ള ആഘോഷ ചടങ്ങുകളിലെ ഒരു പ്രധാനപ്പെട്ട പലഹാരമാണ് ഈ മസാല വട. ഏകദേശം നമ്മുടെ കട്ട്ലറ്റിൻ്റെയും ഉഴുന്നുവടയുടെയും എല്ലാം സമാന രീതിയിലുള്ള ഒന്നാണ് ഈ ഒരു പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും കുറച്ച് ക്രഞ്ചി ആയതുകൊണ്ട് കഴിക്കാൻ നല്ല രുചിയുള്ള ഒന്നാണിത്. അപ്പോൾ മസാല വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കുന്നത് നോക്കിയാൽ മാത്രം പോരാ, നമുക്ക് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക കൂടി ചെയ്യാം. മസാല വട തയ്യാറാക്കാനായി 1 കപ്പ് പൊട്ടുകടല ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചതാണ്. 2-3 മല്ലിയില ചെറുതായി അരിഞ്ഞത്, 2-3 കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 2-3 പുതിനയില ചെറുതായി അരിഞ്ഞത്, 4-5 പച്ചമുളക്, ഒരൽപ്പം ഇഞ്ചി പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾ. ഇത്രയുമാണ് മസാല വട തയ്യാറാക്കാനായി നമുക്ക് വേണ്ട ചേരുവകൾ. ഇനി മസാല വട തയ്യാറാക്കാനായി ഞാൻ കുതിർത്ത് വെച്ച പൊട്ടുകടല അരച്ചെടുക്കാൻ പോവുകയാണ്. അതിനായി ഇത് ഒരു ജാറിലേക്ക് മാറ്റുന്നു. ഇതിന്റെ കൂടെ എടുത്തു വച്ചിരിക്കുന്ന 4-5 പച്ചമുളകും ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. കടല അരച്ചെടുക്കുമ്പോൾ ഇത് നല്ല പേസ്റ്റ് പരുവത്തിലായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവ ചേർക്കുകയാണ്. ഇനി ഇഞ്ചി പേസ്റ്റ്, ഒരു നുള്ളു മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയും ചേർത്ത് നന്നായി യോജിപ്പിക്കണം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചാണ് നാം മസാല വട തയ്യാറാക്കിയെടുക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു ചേരുവകളും നാം ഇതിൽ ചേർക്കുന്നില്ല. മസാല വടയ്ക്കുള്ള ഈ ചേരുവ നന്നായി കുഴച്ച ശേഷം അതിൽ നിന്ന് അല്പാൽപമായി എടുത്ത് ഒരു വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് നാം പരത്തി വച്ചിരിക്കുന്ന വടകൾ ഓരോന്നായിട്ട് വറുത്തെടുക്കണം. 2 ഭാഗവും നന്നായി മൊരിഞ്ഞു വരണം. എൻ്റെ മസാല വടയുടെ എല്ലാ വശങ്ങളും നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്രഞ്ചി ക്രിസ്പി മസാല വട തയ്യാറായി കഴിഞ്ഞു. വൈകുന്നേരങ്ങളിൽ 4 മണി ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ വ്യത്യസ്തമായ ഒരു കടിയാണിത്. അപ്പം എന്തായാലും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മസാല വട ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.